എന്നാണ് എനിക്ക് വഴി തെറ്റിയതെന്ന് ഓർമ്മയില്ല. ലഹരി നൽകുന്ന ഉന്മാദ നിമിഷങ്ങൾ വിലക്കെടുക്കുവാൻ പോക്കറ്റ് മണി തികയാതെ വന്ന ഒരു നാൾ ഞാൻ പണത്തിനായി അച്ഛൻ്റെ ഓഫീസിലേക്ക് തന്നെ ചെന്നു. അവിടെ റിസപ്ഷനിസ്റ്റ് കാണിച്ചു തന്ന സോഫയിലിരിക്കുമ്പോൾ അകത്ത് നിന്നു ഇത്രയും കാലായിട്ട് തനിക്കൊരു നല്ല ചായ അറിയാൻ പാടില്ലടോ എന്ന അലർച്ചയോടൊപ്പം ഒരു ഗ്ലാസ് എറിഞ്ഞെടുക്കുന്ന ശബ്ദവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്ലാസ് കഷ്ണങ്ങൾ പെറുക്കി കൂട്ടിയ ട്രേയുമായി നടന്നു വരുന്ന ആളെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അതെൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ ഇങ്ങനെ പലരാലും നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും നെഞ്ചു നീറി നേടിക്കൊണ്ടുവരുന്ന പണമാണ് ഞാൻ ലഹരിക്കായി ചെലവഴിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ കണ്ട അച്ഛൻ ഞെട്ടിപ്പോയി. പിന്നെ ചങ്ക് പൊടിയുന്ന വേദനയോടെ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മോനെ, ഇത് നിന്റെ അമ്മയെ അറിയരുത്, അമ്മയ്ക്ക് വിഷമാവും. ഇല്ല അച്ഛ, ഞാനിതാരോടും പറയില്ല. ഞാനിത് കണ്ടെന്നോർത്ത് അച്ഛൻ സങ്കടപ്പെടുകയും അരുത്. ആ ഓഫീസർ എറിഞ്ഞുടച്ചത് എൻ്റെ അച്ഛൻ്റെ ആത്മാഭിമാനമാണ്. ആ ചില്ലുതുണ്ടുകൾ വന്ന് തറച്ചത് മകനായ എൻ്റെ നെഞ്ചിലും. ഹൃദയത്തിൽ പലയിടങ്ങളിൽ നിന്നും ചോര പൊടിയുന്നുണ്ട് എൻ്റെ പാവം അച്ഛനോട്. ഞാൻ ചെയ്ത വഞ്ചനയുടെ കുറ്റബോധത്തിൽ നിന്നൊഴുകുന്ന ചോര. ഇനി ഒരിക്കലും ലഹരി നൽകുന്ന സുഖത്തിനു വേണ്ടി ഞാൻ എൻ്റെ പാവ അച്ഛൻ്റെ പണം പാഴാക്കുകയില്ല.